ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റൈൽ ലൈൻ ഫുട്ബോൾ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുന്നത് ഇപ്പോൾ ഈ സാറ്റർഡേ നൈറ്റ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളാണ്. ഒന്ന് ബാഴ്സയുടെ മത്സരം, മറ്റൊന്ന് യുണൈറ്റഡിന്റെ മത്സരമാണ്. സോ ആദ്യം ബാഴ്സയുടെ മത്സരം നോക്കാം. ആദ്യം ബാഴ്സയ്ക്ക് ഒരു എവേ മാച്ച് ആയിരുന്നു, റയൽ ബെറ്റിസിന്റെ കൂടെയുള്ള മത്സരമായിരുന്നു. സോ ഒരു നവംബറിൽ ഒരു വൺ ഓഫ് ദി ഇത്ര നല്ലൊരു ഫോം ആയിരുന്നില്ല ബാഴ്സയ്ക്ക്, അത്യാവശ്യം മോശം റിസൾട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിസംബറിലേക്ക് വന്നപ്പോൾ ഡിസംബറിലേക്ക് വന്നപ്പോൾ തുടക്കം തന്നെ മലോർക്കയ്ക്കെതിരെ ഒരു വമ്പൻ വിജയമാണ്. 5-1 ഒരു തകർപ്പൻ വിക്ടറിയാണ് ഹാൻസി ഫ്ലിക്കും കൂട്ടരും നേടിയിരുന്നത്. പക്ഷെ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ റയൽ ബെറ്റിസുമായിട്ടുള്ള എവേ മാച്ചിൽ ദേ ബോട്ടിൽ ഇറ്റ് അഗെയിൻ എന്ന് പറയുന്നതായിരിക്കും ശരി. 2 തവണ ലീഡ് എടുത്തിട്ട് 2 തവണ ആ ലീഡ് കളഞ്ഞു ഓടിച്ച ഒരു അവസ്ഥയായിരുന്നു. 2-2 എന്ന സ്കോർ ലൈനിലാണ് മത്സരം അവസാനിച്ചത്. അതും അവസാനത്തെ ആ ഒരു ഇക്വലൈസർ റയൽ ബെറ്റിസ് നേടുന്നത് ആഡഡ് ടൈമിൽ, കളി അവസാനിക്കുന്ന ആഡഡ് ടൈമിൽ മിനിറ്റുകൾക്ക് മുമ്പ്, 2 മിനിറ്റ് മുമ്പ് അങ്ങനെയാണ് അവർ ആ അവസാന ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ റയൽ ബെറ്റിസ് ഒരു 4-2-3-1 ഫോർമേഷനിലും ബാഴ്സ ഒരു 4-3-3 ഫോർമേഷനിലാണ് ടീമിനാണ് നേടിയിരുന്നത്. ഇൻ പേപ്പർ ബാഴ്സയുടെ ഒരു സ്ട്രോങ് ഫോർമേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് സൈഡ് തന്നെയായിരുന്നു നിർത്തിയിരുന്നത് ഹാൻസി ഫ്ലിക്ക്. ഇനി മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഒരു നല്ല രീതിയിലുള്ള അഗ്രസീവ്നെസ് കാണിച്ചത് റയൽ ബെറ്റിസ് ആയിരുന്നു. തുടക്കം തന്നെ 2 കോർണർ വിൻ ചെയ്യുന്നു, അതിൽ നിന്ന് തന്നെ 2 അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ലോറൻഡേ എന്ന് പറഞ്ഞ പ്ലെയറിന്റെ ഒരു അവസരം വന്നു, ഒരു ഹെഡർ അവസരമായിരുന്നു. അത് റഫീനെയാണ് ഗോൾ ലൈന് മുമ്പിൽ നിന്ന് തട്ടി കയറ്റിയത്, അല്ലെങ്കിൽ അപ്പൊ തന്നെ ബാഴ്സ ഗോൾ വഴങ്ങിയേനെ. അതിനുശേഷം ആദ്യത്തെ 10 മിനിറ്റ് അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു ഗ്രേറ്റ് അവസരം റയൽ ബെറ്റിസിന് കിട്ടിയായിരുന്നു. എസൽ ജോലി എന്ന് പറയുന്ന പ്ലെയറിന്റെ ഒരു 1-on-1 സിറ്റുവേഷൻ അഗെയിൻസ്റ്റ് ഗോൾ കീപ്പർ ഇനാക്കി പീന. അത് പക്ഷെ 1-on-1 സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മത്സരത്തിൽ ലീഡ് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആയിരുന്നു റയൽ ബെറ്റിസിന്റെ. പക്ഷെ അത് ഇനാക്കി പീന സേവ് ചെയ്യുന്നുണ്ട്. ഇനാക്കി പീനയുടെ ഈ ഒരു മത്സരത്തിൽ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 2 ഗോൾ നേടി എന്നുള്ളത് സത്യമായുള്ള കാര്യമാണ്. അതിനകത്ത് ഒരെണ്ണം പെനാൽറ്റി ആയിരുന്നു. സോ 2 ഗോൾ വഴങ്ങി എന്നുള്ളത് ഓക്കെ, പക്ഷെ ഇനാക്കി പീനയാണ് ആ ഒരു സ്കോർ ലൈൻ 2-2 എന്നുള്ള സ്കോർ ലൈനിൽ നിർത്തിയത്, അല്ലെങ്കിൽ ബാഴ്സയ്ക്ക് 1 പോയിന്റ് നേടാനായിട്ട് കാരണക്കാരായ ഒരു മേജർ ഘടകം എന്ന് പറയുന്നത്, ഒരു മേജർ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇനാക്കി പീന തന്നെയായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിലും നല്ല സേവ് ഉണ്ടായിരുന്നു അഗെയിൻസ്റ്റ് ദി സെയിം പ്ലെയർ. റിസൽ ജോലി എന്ന് പറഞ്ഞ പ്ലെയറിനെതിരെ സെക്കൻഡ് ഹാഫിലും ഇതേപോലെ ഒരു തകർപ്പൻ അറ്റംപ്റ്റ് സേവ് ചെയ്ത് വിടുന്നുണ്ട് ഇനാക്കി പീന. ഇനി മത്സരത്തിൽ ആദ്യത്തെ ഗോൾ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയ്ക്ക് 39ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡിംഗ് ഗോൾ കണ്ടെത്താൻ പറ്റുന്നത്. ഗോൾ നേടുന്നതാണ് റോബർട്ട് ലെവൻഡോസ്കിയാണ്. അദ്ദേഹത്തിന്റെ 16ാമത്തെ ഗോളായിരുന്നു ഈ സീസണിലെ. സോ റൈറ്റ് വിങ്ങിൽ നിന്നും റൈറ്റ് ബാക്കായ ജൂൾസ് കോണ്ടെ വെച്ചു കൊടുക്കുന്ന ഒരു ക്രോസ് ഈസി ആയിട്ട് ടാപ്പ് ഇൻ ചെയ്ത് ഗോളാക്കുകയാണ് ലെവൻഡോസ്കി ചെയ്തത്. സോ ആ ഒരു സമയത്തേക്കൊക്കെ ബാഴ്സ അത്യാവശ്യം നല്ല കൺട്രോൾ, നല്ല രീതിയിൽ പൊസിഷനും കൺട്രോളൊക്കെ മത്സരത്തിന്റെ ഏറ്റെടുത്തായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്ങോടെ ഈ കാര്യങ്ങൾ പിന്നെ മറന്നു തുടങ്ങി. റയൽ ബെറ്റിസ് കുറച്ചും കൂടി അഗ്രസീവായിട്ടാണ് മത്സരത്തെ അപ്രോച്ച് ചെയ്തത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ 2 ഹെഡർ അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ 2 മുതലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിനുശേഷം നേരത്തെ പറഞ്ഞ ഒരു എസ് എൽ ജോലിയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അഗൈൻ ഇനാക്കി പീന സേവ് ചെയ്ത് വിടുന്നുണ്ട്. സോ അതിനൊക്കെ ശേഷം മത്സരത്തിലേക്ക് കൂടുതൽ അറ്റംപ്റ്റ്സ്, പൊസിഷൻ കാര്യങ്ങളൊക്കെ ബാഴ്സയ്ക്ക് ഉണ്ടെങ്കിലും പക്ഷെ കൂടുതൽ അറ്റംപ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരാനായിട്ട് റയൽ ബെറ്റിസിന് കഴിയുന്നുണ്ടായിരുന്നു. പിന്നീട് 68ാമത്തെ മിനിറ്റിലാണ് റയൽ ബെറ്റിസ് അവരുടെ ഈക്വലൈസിംഗ് ഗോൾ ഹോം സ്റ്റേഡിയത്തിൽ കണ്ടെത്തുന്നത്. അതൊരു പെനാൽറ്റി ആയിരുന്നു. അതിന് വഴി വെച്ചതെന്ന് വെച്ചാൽ പഴയ ബാഴ്സ പ്ലെയറായ വിക്ടർ റോക്കിനെ പകരക്കാരനടങ്ങിയ ഡിജോങ് ബോക്സിനകത്ത് വെച്ച് ഫൗൾ ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു റണ്ണായിരുന്നു വിക്ടർ റോക്കിന്റെ. പിറകെ ഓടിയെത്തിയ ഡിയോങ്ങിന്റെ വക ഒരു ചവിട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പിനാണത്. ശരിക്കും കാലിന്റെ പാദത്തിന്റെ ബാക്കിൽ സ്ലൈറ്റ് ആയിട്ട് ഒരു ടച്ച് വരുന്നത്. അതിന്റെ ബൂട്ടിൽ അമരുന്നുണ്ട് ആ ഒരു ഇമ്പാക്ട്. സോ ആദ്യം റെഫറി അത് ഫൗള് വിളിച്ചില്ല, റെഫറി കളി കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് VAR ചെക്കിലാണ് അത് ഒരു ഫൗളാണെന്ന് റെഫറിക്ക് ബോധ്യപ്പെട്ടത്. റെഫറി സ്ക്രീനിലേക്കൊക്കെ ചെന്ന് നോക്കി അതൊരു ഫൗളാണ് ബോധ്യപ്പെട്ടത്. സോ ആ സമയത്ത് ബാഴ്സയുടെ കോച്ച് ഹാൻസി ഫ്ലിക്ക് വളരെയധികം അഗ്രവേറ്റഡ് ആവുകയും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ റെഫറി ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുകയാണ് ചെയ്തത്. സോ ഹാൻസി ഫ്ലിക്കിന് പിന്നെ ബാക്കിയുള്ള കളിയെല്ലാം ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കാണാൻ പറ്റിയില്ല, മുകളിലെ അനാലിസിസ് റൂമിലിരുന്നാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. സോ പെനാൽറ്റി എടുക്കാൻ വന്നത് ലോ സെൽസോ എന്ന് പറഞ്ഞ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം കറക്റ്റ് ആയിട്ട് തന്നെ അത് ഫയർ ചെയ്യുകയും ചെയ്തു. ഇനാക്കി പീന ഡൈവ് കറക്റ്റ് ഡയറക്ഷനിലേക്കായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിരുന്നു. എനിവേ ബോളിന്റെ സ്പീഡ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. സോ അങ്ങനെ 68ാമത്തെ മിനിറ്റിൽ ഒരു ഡിസേർവിംഗ് ഈക്വലൈസർ റയൽ ബെറ്റിസ് കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസ് വഴിയാണ് എഗെയിൻ ബാഴ്സ ലീഡ് എടുത്തത് 82ാമത്തെ മിനിറ്റിൽ. ലെമിൻ യമാലാണ് ആ ഒരു പന്തിന് അസിസ്റ്റ് വെച്ചത്. റൈറ്റ് വിങ്ങിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്ലെയർ തന്നെയായിരുന്നു യമാൽ വെച്ച് കൊടുക്കുന്ന ബോള് ഫെറാൻ ടോറസ് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ തന്നെ സൈഡ് ലൈൻ റെഫറി ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്.
സോ അതിനു മുമ്പുള്ള ഒരു അറ്റംപ്റ്റിലും ഇതിനു മുമ്പ് അവസരങ്ങളിലും ഫെറാൻ ടോറസ് ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയായിരുന്നു. സോ അതും ഓഫ് സൈഡ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ റയൽ ബാറ്റിസിന്റെ ഒരു ഡിഫൻഡർ അത്യാവശ്യം ബാക്കിലോട്ട് അത്യാവശ്യം കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മൊമെന്റിൽ, ആ ഒരു പാസ് വരുന്ന ആ ഒരു മൊമെന്റ് അത്യാവശ്യം സ്ട്രെച്ച്ഡ് ആയിരുന്നു. സോ ആ ഒരു ഗ്യാപ്പിൽ ഫെറാൻ ടോറസ് ഓൺ സൈഡ് ആയി എന്നുള്ളതാണ്. എനിവേ അങ്ങനെ 82ാമത്തെ മിനിറ്റിൽ ബാഴ്സ അഗൈൻ ലീഡ് കണ്ടെത്തി. പക്ഷേ റയൽ ബെറ്റിസ് പ്ലെയേഴ്സ് കുറച്ചും കൂടി അവരുടെ ആ ഒരു ഹോം ഗ്രൗണ്ട്, കാരണം റയൽ ബെറ്റിസ് ശരിക്കും ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ. ശരിക്കും 3 പോയിന്റിനും ഡിസേർവിങ് ആയിരുന്നു റയൽ ബെറ്റിസ്. പൊസിഷനും കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഫൈൻ ബാഴ്സയുടെ കാലുകളായിരുന്നു. പക്ഷെ കൂടുതലും അറ്റാക്കിംഗ് ത്രെറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ് അങ്ങനെയുള്ള സ്റ്റാറ്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് റയൽ ബെറ്റിസ് ആയിരിക്കും. സോ ഒരു പോയിന്റെങ്കിലും റയൽ ബെറ്റിസിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു നിരാശാജനകമായ ഒരു സിറ്റുവേഷൻ ആയേനെ. എനിവേ മത്സരം 90 മിനിറ്റ് കഴിഞ്ഞു. 94ാമത്തെ മിനിറ്റിലാണ് 2 പകരക്കാർ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് റയൽ ബെറ്റിസിന് ആ ഒരു ഡിസേർവിങ് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്താൻ സഹായിച്ചത്. എയ്റ്റോർ റൂബൽ എന്ന് പറയുന്ന പ്ലെയറിന്റെ ഒരു റൈറ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു ഡയഗണൽ ക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചിരി ലോഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോളായിരുന്നു ഇൻ ടു ദ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന റണ്ണിങ്ങിലുണ്ടായിരുന്ന പ്ലെയർ അസാനെ ഡായോ എന്ന് പറയുന്ന പ്ലെയർ ഫസ്റ്റ് ടൈം ഫ്ലിക്കാണ്. ഓടിയ ഡിഫൻഡറായ മാർട്ടീനസിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഗോൾ കീപ്പറായ പീനയ്ക്ക് അത്ര ഒരു ഓപ്ഷൻ ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. സേവ് ചെയ്യാനുള്ള അധികം സാധ്യത ഞാൻ അതിനകത്ത് കാണുന്നുമില്ല. സോ ഫസ്റ്റ് ടൈം ഫ്ലിക്കിൽ തന്നെ ഡായോ ആ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. സോ അങ്ങനെ 94ാമത്തെ മിനിറ്റിൽ ഹോം ക്രൗഡിന് മുമ്പിൽ വെച്ച് റയൽ ബെറ്റിസ് അവരുടെ ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തി. സോ മത്സരം 2 തവണ ലീഡ് എടുത്തിട്ടാണ് ബാഴ്സ ആ ഒരു 2 തവണ ലീഡ് വിട്ടുകൊടുക്കുന്നത്. സോ ഇനാക്കി പീനയുടെ അത്യാവശ്യം നല്ല സേവുകൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ബാഴ്സ ഡെഫിനറ്റ്ലി തോക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. റയൽ ബെറ്റിസ് എന്തായാലും ഡിസർവിംഗ് ആയിരുന്നു. 3 പോയിന്റ് ഡിസർവിംഗ് ആയിരുന്നു. പക്ഷെ 1 പോയിന്റാണ് കിട്ടിയത്. ബാഴ്സ ഈ 1 പോയിന്റ് ഡിസർവിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എനിവേ ഇനി പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ബാഴ്സ ഇപ്പോൾ 1ാം സ്ഥാനത്ത് ഉണ്ട്. പക്ഷെ തൊട്ട് പറയാൻ വരുന്ന റയൽ മാഡ്രിഡിന് 2 പോയിന്റിന്റെ വ്യത്യാസം ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അവരുടെ ഇനിയൊരു മത്സരമുണ്ട്. ഇപ്പൊ ബാഴ്സ മത്സരത്തിന് ശേഷം റയൽ മാഡ്രിഡിന്റെ എവേ മാച്ച് ഉണ്ടായിരുന്നു ജിറോണയ്ക്കെതിരെ. ഒരു 3-0 വളരെ കംഫർട്ടബിൾ വിക്ടറിയാണ് അവരവിടെ നേടിയത്. അവിടെ ജൂഡ് ബെല്ലിംഗം സ്കോർ ചെയ്തു, ആര ഗുലർ സ്കോർ ചെയ്തു, കിലിയൻ എംബാപ്പെ വരെ സ്കോർ ചെയ്തു. സോ അവിടെ റയൽ മാഡ്രിഡ് വിജയിച്ചു. സോ റയൽ മാഡ്രിഡിന് ഇപ്പോഴും ഒരു മത്സരം ബാക്കിയുണ്ട്. റയൽ മാഡ്രിഡ് ഇനി ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ബാഴ്സയ്ക്ക് മേലെ പോകും. സോ സീസൺ അത്രയും പവർഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാഴ്സ ഇപ്പോൾ സീസണിന്റെ പകുതിയൊക്കെ എത്തുമ്പോഴേക്കും വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഡ് എടുത്ത് മത്സരം 2 തവണ കൈ പിടിച്ചിട്ട് എഗെയിൻ വിട്ടുകൊടുക്കുന്ന വലിയ ടീമുകൾക്കെതിരെ നല്ല പെർഫോമൻസും വിജയവും നേടിയതിനു ശേഷം ഇതേപോലെ മിഡ് ടേബിൾ ടീംസിന്റെ അടുത്ത് കലമുടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇനി ബാഴ്സ പ്ലേയേഴ്സിന്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫാറ്റീഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ബാധിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു പ്ലേയേഴ്സിനെ. സോ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വളരെ അനിവാര്യമാണ്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീണ് പോകേണ്ടവരല്ല ബാഴ്സ. കാരണം ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ഒരുപാട് സ്വപ്നങ്ങളാണ് ബാഴ്സ ഫാൻസിന് ഉള്ളത്. സോ എനിവേ ഇനിയിപ്പോൾ നെക്സ്റ്റ് മത്സരം ചാമ്പ്യൻസ് ലീഗിൽ വരുന്നത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെയാണ്. ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. നല്ലൊരു പെർഫോമൻസ് കാണിച്ച് അവരുടെ ഒരു സ്ട്രോങ് ബൗൺസ് ബാക്ക് ചെയ്യേണ്ട ഒരു മത്സരം തന്നെയാണ് അത്. സോ നല്ലൊരു അവസരം തന്നെയാണ് ബാഴ്സ പ്ലേയേഴ്സിന് വരുന്നത് അവരുടെ ഒരു ഫോം തിരികെ കണ്ടെത്താനായിട്ട്. സോ ലെറ്റ്സ് സീ. ഇനി നേരെ പ്രീമിയർ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിന്റെ മാച്ചാണ് നമ്മൾ ഫോക്കസ് കൊടുത്ത് കണ്ടിരുന്നത്. നമ്മൾ അതിന്റെ ലൈവ് വാച്ച് ലോങ് ഒക്കെ ഇട്ടിരുന്നതാണ്. സോ യുണൈറ്റഡ് വാസസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. യുണൈറ്റഡിന്റെ ഹോം മാച്ച് ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരമാണ്. സോ എന്താ പറയാ, 3 ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിലൂടെ മത്സരം 3 പോയിന്റ് കളഞ്ഞു കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ. സോ കഴിഞ്ഞ മത്സരം റൂബൻ അമോറിം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി ആർസണലിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങി. ഇപ്പൊ ഹോമിൽ ആദ്യത്തെ തോൽവി ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് കൂടെ ഏറ്റുവാങ്ങി. 2 പോർച്ചുഗീസ് കോച്ചുമാരുടെ പോരായിരുന്നു. ഒന്ന് റൂബൻ അമോറിം, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ കോച്ചായ ന്യൂനോ എസ്പിരിറ്റോ സാന്റോയും പോർച്ചുഗീസുകാരനാണ്. സോ 2 പോർച്ചുഗീസ് കോച്ചുകളുടെ പോരാട്ടമായിരുന്നു. എനിവേ ഒരു 4-2-3-1 ഫോർമേഷനാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഓൾഡ് ട്രാഫോർഡിലാണ് വരുന്നത്. റൂബൻ അമോറിമിന്റെ ടീം കറക്റ്റ് ആ ഒരു ഫോർമേഷൻ 3-4-2-1 ഫോർമേഷനിൽ തന്നെയായിരുന്നു. ആൻഡ് അതിലെടുത്തു വരേണ്ട കാര്യമായ എഗെയിൻ റാഷ്ഫോർഡ് ബെഞ്ചിലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അഹമ്മദ് ഡയലോ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലുണ്ടായിരുന്നു, ലെനിയോറോ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലുണ്ടായിരുന്നു. അതേപോലെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ ലിസാൻഡോ മാർട്ടീനസും കോബി മൈനോയും സ്റ്റാർട്ടിംഗ് ലൈനപ്പിലുണ്ടായിരുന്നു. സോ എനിവേ ഫസ്റ്റ് ഹാഫ് തുടങ്ങി 2ാമത്തെ മിനിറ്റിൽ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അടിച്ചു എന്നുള്ളതാണ് ഓൾഡ് ട്രാഫോർഡിൽ. സോ ആർസണലിനെതിരെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓൺഫീൽഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും 2 സെറ്റ് പീസ് ഗോളുകളിലാണ് യുണൈറ്റഡ് ബീറ്റനായത്. സെയിം അവസ്ഥ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ആദ്യത്തെ 2ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു സെറ്റ് പീസ് കോർണറിൽ നിന്നാണ്
നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഗോൾ കണ്ടെത്തിയത്. അവിടെയുള്ള ഞാൻ പറഞ്ഞ 3 ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ വന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചപ്പ് ആണ്. നമ്മളിപ്പോൾ കോർണർ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഓരോ പ്ലെയറും ഡിഫെൻഡ് ചെയ്യുന്ന ഓരോ ഡിഫൻഡറും ഓരോ അറ്റാക്കിംഗ് പ്ലെയറിനെ മാച്ചപ്പ് ചെയ്യുമല്ലോ. മിലൻകോവിച്ചിന്റെ അടുത്ത് മാച്ചപ്പ് ചെയ്ത ആള് ലിസാൻഡ്രോ മാർട്ടീനസ് ആയിരുന്നു. സോ നല്ല വേരിയേഷൻ ഉണ്ട് ഈ രണ്ട് പ്ലേയേഴ്സും തമ്മിൽ, ഹൈറ്റ് വേരിയേഷൻ കാര്യങ്ങളും. മിലൻകോവിച്ച് വളരെ കൂളായിട്ട് ഓവർ പവർ ചെയ്ത് ഹെഡ് ചെയ്ത് ഗോളാക്കി എന്നുള്ളതാണ് ലിസാൻഡ്രോ മാർട്ടീനസിനെ വെച്ച്. മിലൻകോവിച്ച് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഡിഫൻഡറാണ്. സോ അദ്ദേഹം ലിസാൻഡ്രോ മാർട്ടീനസിനെ ശരിക്കും പിടിച്ചു വെച്ച് ഹെഡ് ചെയ്ത് ഗോളാക്കി എന്നുള്ളതാണ്. സോ ലിസാൻഡ്രോ മാർട്ടീനസിനെ അവിടെ കറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റിയില്ല. സോ അതാണ് അവിടെ പറയുന്ന ആദ്യത്തെ മിസ്റ്റേക്ക്. പക്ഷെ ആ ഒരു രണ്ടാമത്തെ ഗോൾ വീണതിന് ശേഷം മത്സരത്തിലേക്ക് യുണൈറ്റഡ് തിരിച്ചു വരുന്നുണ്ട്. 12ാമത്തെ മിനിറ്റിൽ തന്നെ റാസ്മസ് ഹോളണ്ട് വഴി യുണൈറ്റഡ് തിരിച്ചടിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡിന് കിട്ടിയ ഒരു ഫ്രീഡം എന്ന് പറയുന്നതാണ്, മിഡ്ഫീൽഡ് ഫ്രീഡം എന്ന് പറഞ്ഞതാണ്. കാര്യമായിട്ട് ഇപ്പോൾ അറ്റാക്കിങ്ങിലേക്ക് ബാക്കിൽ നിന്ന് പന്ത് ബിൽഡ് ചെയ്ത് വരാണ് യുണൈറ്റഡ് ചെയ്യുന്നതെങ്കിൽ കാര്യമായിട്ട് ഹാഫ് ലൈനിന്റെ അടുത്ത് വെച്ച് യാതൊരു പ്രഷറും യുണൈറ്റഡ് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഫ്രണ്ട് ലൈനിൽ നിന്ന്. അതേപോലെ മിഡ്ഫീൽഡിലാണ് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, ഉഗാട്ടയ്ക്ക് സ്പേസ് ഉണ്ടായിരുന്നു. സോ ഡിഫൻസിൽ നിന്ന് കിട്ടിയ ഒരു പന്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഫസ്റ്റ് ടൈം വെച്ച് കൊടുക്കുകയാണ് ഉഗാട്ടയ്ക്ക് റൺ ചെയ്യാനായിട്ട്. ഉഗാട്ട റൺ ചെയ്യുന്നു, ഫ്രണ്ട് ലൈനിലുള്ള ഗർനാച്ചോയ്ക്കാണ് വെച്ച് കൊടുത്തത്. സോ ഗർനാച്ചോ എടുക്കുന്ന ഷോട്ട് പക്ഷെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പന്ത് റീബൗണ്ട് ആയിട്ട് കിട്ടിയത് നേരെ റാസ്മസ് ഹോളണ്ടിന്റെ കാലുകളിലേക്കായിരുന്നു. റാസ്മസ് ഹോളണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പ് നല്ലൊരു അവസരം മിസ്സാക്കിയതാണ്. സോ പക്ഷെ ഇത്തവണ അദ്ദേഹം അത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ 18ാമത്തെ മിനിറ്റിൽ തന്നെ ഓൾഡ് ട്രാഫോർഡിൽ 1-1 ഒരു 1-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ഈക്വലൈസർ കണ്ടെത്താൻ യുണൈറ്റഡിന് കഴിഞ്ഞായിരുന്നു. റാസ്മസ് ഹോളണ്ട് നല്ലൊരു അഗ്രസീവ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ലൊരു സംഭവമായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഒരു മുതലെടുപ്പ് യുണൈറ്റഡിന് പറ്റിയില്ല. ആ ഒരു ഫ്രീഡം ഞാൻ പറഞ്ഞല്ലോ, പ്രസ്സിംഗ് ഒന്നും കാര്യമായിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വന്നിട്ടുണ്ടായില്ല. അത്ര ഹൈ ആയിട്ട് പ്ലേയേഴ്സിനെ അവർ പുഷും ചെയ്യുന്നുണ്ടായില്ല ഫ്രണ്ടിലേക്ക്. പിന്നീട് വന്നൊരു സെറ്റ് പീസിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ സെറ്റ് പീസിൽ പിന്നീട് വന്നൊരു സെറ്റ് പീസിൽ ഒരു അറ്റംപ്റ്റ് അവരുടെ ഉണ്ടായെന്നല്ലാതെ കാര്യമായിട്ട് വലിയൊരു അറ്റാക്കിംഗ് ത്രെറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. ആ ഒരു ഫ്രീഡം മുതലെടുക്കാനായിട്ട് യുണൈറ്റഡ് ടീമിന് കഴിഞ്ഞില്ല, യുണൈറ്റഡിന്റെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല. കാരണം ഞാൻ ആ ലൈവ് പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ഹാഫ് അവർ ആ ചാൻസസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ ഗോൾ അടിക്കാതിരുന്നത് മേ ബി സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡിന് വിനയായി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അഗെയിൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലീഡ് നേടി എന്നുള്ളതാണ്. അതിന് ഇതിൽ വന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ആരുടെയെന്ന് നോക്കി കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസിനെയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് കൊടുക്കുന്ന ഒരു ബാക്ക് പാസ് ഉണ്ട്, പക്ഷേ ഒരു ഫസ്റ്റ് ടച്ച് ബാക്ക് പാസ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് കളക്ട് ചെയ്ത് ഹഡ്സൺ-ഒഡോയ് എന്ന് പറയുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഒരു പാസ് വെച്ച് ഗിബ്സ് വൈറ്റിന് പാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗിബ്സ് വൈറ്റ് ബോക്സിന് തൊട്ട് വെളിയിൽ നിന്നൊരു തകർപ്പൻ ഷോട്ട് എടുക്കണം, ഒനാന ബീറ്റനാവുകയാണ്. സോ അങ്ങനെ 47ാമത്തെ മിനിറ്റിൽ 2-1 എന്നുള്ള സ്കോർ ലൈൻ. പക്ഷെ സ്റ്റിൽ ഹോപ്പ് ഉണ്ടായിരുന്നു ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡ് തിരിച്ചു വരും എന്നുള്ളത്. സോ 64ാമത്തെ മിനിറ്റിൽ ക്രിസ് വുഡിന്റെ വരുന്ന ഗോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കുള്ള ഒരു ഹെഡറാണത്. സോ അവിടെ ഗോൾ കീപ്പർ ഒനാനേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു ബോൾ ഹെഡർ വരുമ്പോൾ ഒനാന നോക്കുമ്പോൾ ഫാർ പോസ്റ്റിൽ ലിസാൻഡ്രോ മാർട്ടീനസ് ഉണ്ട് അവിടെ. സോ ലിസാൻഡ്രോ മാർട്ടീനസ് ജമ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹത്തിന് താഴോട്ട് വരുന്ന പന്താണ്, അദ്ദേഹത്തിന് സുഖമായിട്ട് ക്ലിയർ ചെയ്യാം. പക്ഷെ ലിസാൻഡ്രോ മാർട്ടീനസ് നോക്കിയപ്പോൾ എന്ത് പറ്റി, അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം വെച്ചാൽ പന്ത് പുറത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് ശരിക്കും ആ ബാറിൽ തട്ടി ഉള്ളിൽ കയറുന്ന അവസ്ഥയായിരുന്നു. സോ ഒരു ഹെവി മിസ് ജഡ്ജ്മെന്റ് ആയിരുന്നു ലിസാൻഡ്രോ മാർട്ടീനസിന്റെ വക. അങ്ങനെ 54ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 3ാമത്തെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വഴി 3-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ അതിനുശേഷം യുണൈറ്റഡ് 62ാമത്തെ മിനിറ്റ് തന്നെ പറഞ്ഞാൽ തിരിച്ചടിച്ചു ബ്രൂണോ ഫെർണാണ്ടസ് വഴി. അമറ്റേല വെച്ച് കൊടുക്കുന്ന പന്തിന് ബോക്സിന്റെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, തകർപ്പൻ ഷോട്ടായിരുന്നു കേട്ടോ, അത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു റിട്ടേൺ ഗോൾ നേടാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഓൾഡ് ട്രാഫോർഡിൽ ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ പറ്റി. പക്ഷെ പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് 2-3 അമറ്റേലോന്റെ ഷോട്ട് ഉണ്ടായിരുന്നു, റാഷ്ഫോർഡിന്റെ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒന്നും ഗോൾ കീപ്പറെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ ഒന്നും കാര്യമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ആ ഫസ്റ്റ് ഹാഫിൽ നിന്നും സെക്കൻഡ് ഹാഫിലും നോട്ടിംഗ്ഹാം പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നല്ല വേരിയേഷൻ ഉണ്ട്. മിഡ്ഫീൽഡിൽ അത്ര കാര്യമായിട്ട് മാർക്കിങ്ങോ മൂവ്മെന്റോ കാര്യങ്ങളൊന്നും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്ലേയേഴ്സിന്റെ ഭാഗത്ത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇതല്ല അവസ്ഥ. നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല എനർജി അവർ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ മൂവ്മെന്റ്സ് അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ സെക്കൻഡ് ഹാഫിൽ ഒരു വേറെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടീം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിന്റെ എനർജി വേറൊരു ലെവലായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സാഹചര്യം മുതലാക്കാതെ വിട്ടതിന്റെ ഒരു പ്രശ്നം സംഭവിച്ചത് അവർക്ക്. അങ്ങനെ മത്സരം 3-2 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ചു. റൂബൻ അമോറിമിന്റെ കണ്ടിന്യൂസ് ഡിഫീറ്റ്സ് ആണ്, ഒന്ന് എവേ മാച്ചിലും മറ്റൊന്ന് ഇപ്പോൾ ഹോം മാച്ചിലും. സോ ഇതിലിപ്പോൾ പ്ലേയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ
എനിക്ക് തോന്നുന്നു ഡിഫെൻസീവ്ലി ലിസാൻഡ്രോ മാർട്ടീനസിന് ഒരു മോശം ദിവസം തന്നെയായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഓക്കെ ഫൈൻ, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് അറ്റാക്കിങ്ങിലേക്ക് നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് സെക്കൻഡ് ഗോൾ വന്നത്. സോ അതിന് അഹമ്മദ് ഡെയ്ലോന്റെ ഭാഗത്തു നിന്നുള്ള റണ്ണും കാര്യങ്ങളും ഒക്കെ മോശം ഉണ്ടായിരുന്നില്ല, പക്ഷെ അറ്റാക്കിംഗ് തേർഡിൽ അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് അത്ര ബെറ്റർ ആയിരുന്നില്ല, ഒരു അസിസ്റ്റ് ഉണ്ടെങ്കിൽ. ആൻഡ് സ്ട്രൈക്കിംഗ് യൂണിറ്റിൽ റാസ്മസ് ഹോലണ്ട് ആദ്യത്തെ നിമിഷങ്ങളിൽ കുറെ അവസരങ്ങളൊക്കെ മിസ്സാക്കിയായിരുന്നു. and അതേപോലെ പറയേണ്ടത് നമ്പർ 10 പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ കാര്യം. ബ്രൂണോ ഫെർണാണ്ടസ് ഓക്കെ, പക്ഷെ ആ ഒരു പൊസിഷനിലേക്ക് സിർക്സിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവിടുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പൊസിഷൻ കളിക്കാനായിട്ട് പ്ലേയേഴ്സിന്റെ ഒരു അഭാവം ഇപ്പോൾ യുണൈറ്റഡ് ബെഞ്ചിലുണ്ട് എന്ന് തോന്നുന്നു. സോ മേ ബി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോൾ ഒരു വിങ്ങർ സ്പെഷ്യലിസ്റ്റിനെ തേടുന്നതോട് കൂടി തന്നെ ആ ഒരു പൊസിഷനിലേക്കും അറ്റാക്കിംഗ് 10 ക്രിയേറ്റീവ് പ്ലേയേഴ്സിലേക്കും കൂടി യുണൈറ്റഡ് ചിലപ്പോൾ തിരിഞ്ഞേക്കാം എന്നുള്ളതാണ്. എനിവേ ഇപ്പോൾ നിൽക്കുന്നത് 13ാമത്തെ സ്ഥാനത്താണ്, 19 പോയിന്റായിട്ട് 13ാം സ്ഥാനത്താണ് ഇപ്പോൾ യുണൈറ്റഡ് നിൽക്കുന്നത്. സോ ഈ അടുത്ത പ്രീമിയർ ലീഗിൽ അവരുടെ മത്സരം വരുന്നത് മാഞ്ചസ്റ്റർ ഡെർബിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് അടുത്ത മത്സരം വരുന്നത്. മാൻ സിറ്റിയുടെ കാര്യം അത്യാവശ്യം മോശമാണ്. നോട്ടിംഗം ഫോറസ്റ്റിനെതിരെ 3-0 വിക്ടറി ഒക്കെ നേടി അതിനുശേഷം ഈ ഒരു മത്സരത്തിലേക്ക് ഈ സാറ്റർഡേയിലെ നൈറ്റ് മത്സരത്തിലേക്ക് വന്നപ്പോൾ അവർ ക്രിസ്റ്റൽ പാലസിനെതിരെ 2-2 ഡ്രോയിലാണ് വീണത്. വിക്കോ ലൂയിസിന് റെഡ് കാർഡും കിട്ടി. സോ എഗെയിൻ സിറ്റി ഒന്ന് സ്ലിപ്പായ അവസ്ഥയാണ്. സോ രണ്ട് ടീമുകൾ അത്യാവശ്യം നല്ല ഫോമിലല്ലാണ്ടാണ് മാഞ്ചസ്റ്റർ ഡെർബിയിലേക്ക് വരുന്നത്. കുറെ കാലത്തിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു സിനാരിയോ ഞാൻ കാണുന്നത്. രണ്ട് ടീമും മോശം അവസ്ഥയിൽ, യൂഷ്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും ഒന്ന് താഴെ ഉണ്ടാവുക, സിറ്റി കുറച്ച് മേലെ ആയിരിക്കും സാധാരണ ഉണ്ടാവാറ്. സിറ്റി ഇപ്പോൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സോ ഇപ്പോൾ രണ്ട് ടീമും അത്യാവശ്യം ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മാഞ്ചസ്റ്റർ ഡെർബി കുറെ കാലത്തിന് ശേഷമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. സോ ബാഴ്സയുടെ ഈ ഒരു റീസെന്റ് സ്ട്രഗിളിനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്ന. അതേപോലെ റൂബൻ അമോറിം സിസ്റ്റത്തിൽ യുണൈറ്റഡിൽ ആ ഒരു സിസ്റ്റത്തിൽ ഒതുങ്ങാത്ത പ്ലേയേഴ്സ് ആരാണ്, അല്ലെങ്കിൽ പുതിയ പ്ലേയേഴ്സ് ആരെ വേണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റൂബൻ അമോറിം ടാർഗറ്റ് ചെയ്യാനെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ കൂടുതൽ ഓഡിയൻസിലേക്ക് റീച്ച് ആവണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 500 അടുത്തേക്ക് എത്താറായി. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. സോ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സൈഡ് ലൈൻ ഫുട്ബോളിനെ ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി, thank you for watching this video and have a nice day.